പൈ നെറ്റ്വർക്ക് ഇന്ത്യ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ വീഡിയോ നമ്മുടെ പഴയ പൈനിയേഴ്സിനുള്ളതല്ല, നമ്മുടെ പുതിയ ആളുകൾക്ക് വേണ്ടിയുള്ളതാണ്. അതായത് ഇപ്പോൾ ഈ വീഡിയോയ്ക്ക് ശേഷം പൈ നെറ്റ്വർക്ക് ഇൻസ്റ്റാൾ ചെയ്ത് മൈനിങ് തുടങ്ങാൻ പോകുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഈ വീഡിയോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനലിൻ്റെ പൈ നെറ്റ്വർക്ക് ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ ചാനലിൻ്റെ വീഡിയോ കാണുന്ന നമ്മുടെ സുഹൃത്തുക്കൾ ഈ വീഡിയോ കാണേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യുക. ഓക്കെ, അതായത് പൈ നെറ്റ്വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് വിവരിക്കുന്ന ഒരു വീഡിയോ ആണിത്. നിങ്ങളൊരു സാധാരണ പൈ നെറ്റ്വർക്ക് തുടങ്ങാത്ത ഒരാളാണെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ, എന്താണ് മൈനിങ് എന്നുള്ളതാണ് നിങ്ങളുടെ ആദ്യത്തെ സംശയം. അത് ഈ ഫോൺ ഉപയോഗിച്ച്, നമ്മുടെ കയ്യിലുള്ള ഫോൺ ഉപയോഗിച്ച് പൈക്കോയിൻ എങ്ങനെയാണ് കുഴിച്ചെടുക്കുന്നതെന്നും നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ പൈ നെറ്റ്വർക്ക് ആപ്പ് നമ്മൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഓഫായി കിടക്കുന്ന ഒരു ബട്ടൺ ഓൺ ആക്കുന്നതിനെയാണ് നമ്മൾ ഈ മൈനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ മൈൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ മൈനിങ് സ്റ്റാർട്ട് ചെയ്ത്, അതായത് ഈ ഓഫായി കിടന്നത് ഓണാക്കി കഴിഞ്ഞ് അടുത്ത 24 മണിക്കൂർ നമ്മുടെ മൈനിങ് ഓണായിരിക്കും. അതായത് നമുക്ക് കോയിൻ കിട്ടിക്കൊണ്ടിരിക്കും. ഇതിനെയാണ് സിമ്പിളായിട്ട് നമ്മൾ പൈ കോയിൻ മൈനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത നിങ്ങളുടെ സംശയം, ഈ പൈ കോയിൻ നിങ്ങളുടെ കയ്യിലുള്ള ഫോൺ ഉപയോഗിച്ച് മൈൻ ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ്, അല്ലേ? അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ച് തീർച്ചയായും നിങ്ങൾക്ക് പൈ കോയിൻ വളരെ സിമ്പിളായിട്ട് മൈൻ ചെയ്യാൻ കഴിയും. ഓക്കെ, ഇനി നമുക്ക് മൈനിങ് തുടങ്ങാൻ എന്തൊക്കെ വേണമെന്ന് ആദ്യം നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് വേണ്ടത് നിങ്ങളുടെ കയ്യിലുള്ള ഒരു ഫോണാണ് വേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഇമെയിൽ ID ഉണ്ടായിരിക്കണം. സാധാരണ എല്ലാ ആൻഡ്രോയിഡ് ഫോണിലും നമ്മൾ പ്ലേ സ്റ്റോറുമായിട്ട് ഈ നമ്മുടെ ഒരു ഇമെയിൽ ID, നമ്മുടെ ഇമെയിൽ ലിങ്ക് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇൻ കേസ് നിങ്ങൾക്ക് ഇമെയിൽ ഇല്ല എങ്കിൽ തീർച്ചയായും നിങ്ങളൊരു ഇമെയിൽ തുടങ്ങുക. വളരെ സിമ്പിളായിട്ട് ഇമെയിൽ തുടങ്ങാം. അതിനുശേഷം നമുക്ക് ഈ പ്രോസസ്സ് വളരെ സിമ്പിളായിട്ട് തുടങ്ങാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഫോണും ഉണ്ട് ഇമെയിലും ഉണ്ട് എന്ന് നിങ്ങൾ വിചാരിച്ചോളൂ. അപ്പോൾ നമുക്ക് മൈനിങ് തുടങ്ങാം. ഓക്കെ, ശരി. അപ്പോൾ ഈ മൈനിങ് തുടങ്ങാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മുടെ കയ്യിലെ ഫോൺ എടുക്കുക, ഫോണിൻ്റെ പ്ലേ സ്റ്റോറിൽ പോവുക. പ്ലേ സ്റ്റോർ ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്ലേ സ്റ്റോർ ഓപ്പൺ ആയി വരുമല്ലോ. അപ്പോൾ അതിൻ്റെ മുകളിൽ, പ്ലേ സ്റ്റോറിൻ്റെ മുകളിൽ നമ്മൾ പൈ നെറ്റ്വർക്ക് എന്ന് ഇതുപോലെ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. ഓക്കെ, നമ്മളിങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈ കാണിക്കുന്ന സിമ്പലുള്ള ഒരു ആപ്പ് വരും. ഓക്കെ, ഈ സിമ്പലുള്ള ആപ്പ് തന്നെ വരും. ഓക്കെ, അല്ലെങ്കിൽ ഈ സിമ്പലുള്ള ആപ്പ് എവിടെയാണോ കിടക്കുന്നത് താഴോട്ട് നോക്കുക, അവിടെ നിന്ന് ഈ ആപ്പ് നിങ്ങളുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, ഇത് വളരെ സിമ്പിൾ അല്ലേ? ഓക്കെ, അപ്പോൾ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം പൈ ആപ്പ്, അപ്പോൾ പൈ ആപ്പ് ഓൾറെഡി ഇൻസ്റ്റാൾഡ് എന്ന് കാണിക്കും, അതായത് നിങ്ങളുടെ ഫോണിൽ വന്നു എന്ന് കാണിക്കും. അപ്പോൾ നിങ്ങളത് ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഓപ്പൺ ചെയ്യുന്ന രണ്ട് രീതിയിൽ ചെയ്യാം. ഈ പ്ലേ സ്റ്റോറിൻ്റെ താഴെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഓപ്പൺ എന്ന് കാണും. അല്ലെങ്കിൽ പ്ലേ സ്റ്റോർ ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മുടെ ആപ്പുകൾ കിടക്കുന്ന പിന്നെ പേജിലോട്ട് പോയിട്ട് നമുക്ക് ഈ സിമ്പിളുള്ള ആപ്പ് കാണും, അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് 2 ഓപ്ഷൻസ് ആണ് ഇവിടെ ചോദിക്കുന്നത് പൈ ആപ്പ് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ. അതായത് കണ്ടിന്യൂ വിത്ത് ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഫോൺ നമ്പർ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മളിത് തുടങ്ങാൻ വേണ്ടി നമ്മൾ ഫേസ്ബുക്ക് കൊടുത്താണോ ആദ്യം ഓപ്പൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഫോൺ നമ്പർ കൊടുത്താണോ ഓപ്പൺ ചെയ്യുന്നതെന്നാണ് ഇതിലെ ചോദ്യം. അപ്പോൾ നമ്മൾ ഫോൺ നമ്പറിന് നേരെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഫോൺ നമ്പറിൽ നേരെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് രണ്ടാമത്തെ പേജ് എന്ന് പറയുന്നത് ഈ പേജാണ്. ഓക്കെ, അതിൽ +1 എന്ന് പറഞ്ഞിട്ടൊരു കോളം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോൺ നമ്പർ കൊടുക്കാനുള്ള ഒരു കോളം കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൺട്രിയുടെ കോഡ്, നമ്മുടെ ഇന്ത്യയാണ്, ആ കോളത്തിൽ ഇന്ത്യ അടിച്ചു കൊടുക്കുമ്പോൾ +91 വരും. അപ്പോൾ നമ്മൾ +91 ഈ കോളത്തിൽ, ആദ്യത്തെ കോളത്തിൽ സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ തൊട്ട് താഴത്തെ കോളത്തിലും അപ്പോൾ +91 വരും. അവിടെ എന്താ ചെയ്യുക, അവിടെ നമ്മുടെ പേരിൽ എടുത്തിട്ടുള്ള ഫോൺ നമ്പർ അവിടെ അടിച്ചു കൊടുക്കുക. ഓക്കെ, രണ്ടാമത്തെ കോളം നമ്മൾ അടിക്കുമ്പോൾ അവിടെ +91 ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ ഫോൺ നമ്പർ 10 ഉള്ള ഫോൺ നമ്പർ മാത്രം ഈ കോളത്തിൽ അടിച്ചു കൊടുത്താൽ മതി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെ ഒരു സബ്മിറ്റ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, വളരെ സിമ്പിൾ അല്ലേ? ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് ഓപ്പണായി വരുന്നത് സെറ്റപ്പ് യുവർ പാസ്വേഡ് എന്ന് പറയുന്നത്. അതായത് അവിടെ നമ്മളൊരു പാസ്വേഡ് സെറ്റ് ചെയ്യണം. ഈ പാസ്വേഡ് നമ്മൾ സെറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മളൊരു ബുക്കിൽ എഴുതി വെക്കുകയും വേണം. ഓക്കെ,
കാരണം ഇത് ഭാവിയിൽ എപ്പോഴും നമുക്ക് ആവശ്യമുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളെ ഫോൺ മിസ്സായി പോയാലോ നമ്മുടെ ഫോൺ ഡാമേജ് ആയി പോയാലോ വേറെ എന്ത് പറ്റിയാലോ നമുക്ക് അടുത്തൊരു ഫോണിൽ നമുക്ക് നമ്മുടെ പൈ ആപ്പും അതുപോലെ തന്നെ നമ്മൾ മൈൻ ചെയ്തെടുത്ത കോയിനും നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളിപ്പോൾ സെറ്റ് ചെയ്യുന്ന നമ്മുടെ പാസ്വേഡ് ഒരിക്കലും കളയാത്ത രീതിയിൽ നമ്മൾ ഫിസിക്കലായിട്ട് നമ്മളൊരു പേപ്പറിൽ ഒരു ഡയറിയിലോ അല്ലെങ്കിൽ ഒരു ബുക്കിലോ നമ്മൾ എഴുതി സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സെറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങളതൊരു ബുക്കിൽ എഴുതി വെക്കുക. ഓക്കെ, അപ്പോൾ അത് 2 സ്ഥലം മുകളിലും താഴെയും ഒരേ പാസ്വേഡ് തന്നെ നമ്മൾ അടിച്ചു കൊടുക്കണം. അപ്പോൾ പാസ്വേഡ് സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു വലിയ രീതിയിൽ ചിന്തിക്കുകയൊന്നും വേണ്ട. നമ്മൾ ആദ്യം അതിന് എന്ന് പറഞ്ഞു കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കുക. പേര് കൊടുക്കുമ്പോൾ അത് നമ്മുടെ സ്വന്തം പേര് തന്നെ ആവാം, അല്ലെങ്കിൽ നമ്മുടെ പെറ്റ് നെയിംസ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള കുട്ടികളുടെയോ അല്ലെങ്കിൽ നമ്മുടെ സ്ഥലപ്പേരാവാം. എന്താണെങ്കിലും കഴിഞ്ഞിട്ട് നമ്മൾ പേര് കൊടുക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെ അക്ഷരം ക്യാപിറ്റൽ ലെറ്ററും ബാക്കിയുള്ളത് സ്മോൾ ലെറ്റേഴ്സും കൊടുക്കുക. എന്നിട്ട് അവസാനം അത് ഒരു 3-4 അക്ഷരങ്ങൾ അടിച്ചതിന് ശേഷം നമ്മൾ 1 2 3 4 കൂടെ അടിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോഴേക്കും നിങ്ങളുടെ പാസ്വേഡ് സെറ്റായി കഴിയും. എന്ത് തന്നെ അടിച്ചു കൊടുത്താലും നിങ്ങൾ അതൊരു ബുക്കിൽ എഴുതി വയ്ക്കാൻ നിങ്ങൾ മറക്കരുത്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. ഓക്കെ, അപ്പോൾ പാസ്വേഡ് നിങ്ങളിപ്പം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങളുടെ പേര് നിങ്ങളുടെ വീട്ടിലൊരു കുട്ടിയുടെ പേര് പാപ്പു എന്നിരിക്കട്ടെ. അപ്പോൾ നമ്മൾ പാസ്വേഡ് സെറ്റ് ചെയ്യുമ്പോൾ അടിക്കുക. അത് കഴിഞ്ഞ് പാപ്പുവിൻ്റെ പി മാത്രം വലുത് കൊടുക്കുക. അത് കഴിഞ്ഞ് APPU സ്മോൾ കൊടുക്കുക. അത് കഴിഞ്ഞ് 1 2 3 4 കൊടുക്കുക. ഓക്കെ, പാസ്വേഡ് സെറ്റായില്ലേ? അപ്പോൾ ആ മുകളിലും താഴെയും ഒരേ പാസ്വേഡ് തന്നെ അടിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങൾ സബ്മിറ്റ് ഓപ്ഷൻ വീണ്ടും കൊടുക്കുക. അത് ഓക്കെ കൊടുക്കുക. ഓക്കെ, അപ്പോഴേക്കും നിങ്ങൾക്ക് അടുത്തൊരു പേജാണ് ഓപ്പണായി വരുന്നത്. ഓക്കെ, അടുത്തൊരു പേജ് ഓപ്പണായി വരും. അതിൽ ഇമെയിൽ വെരിഫിക്കേഷൻ എന്നുള്ള ഒരു കോളം വന്നിട്ടുള്ള ഒരു പേജാണ് വരുന്നത്. അതിൽ ആദ്യത്തെ പേജിലും ആദ്യത്തെ കോളത്തിലും രണ്ടാമത്തെ കോളത്തിലും നിങ്ങളുടെ ഇമെയിൽ ID അടിച്ചു കൊടുക്കുക. ഓക്കെ, ഇമെയിൽ ID ഈ 2 കോളത്തിൽ ഇമെയിൽ ID അടിച്ചു കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സിമ്പിൾ അല്ലേ? ഓക്കെ, ഇനി അപ്പോൾ അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഓപ്പണായി വരും. സെറ്റപ്പ് യുവർ അക്കൗണ്ട് എന്നാണ് പിന്നെ നിങ്ങൾക്ക് ഓപ്പണായി വരുന്നത്. കണ്ടോ, സെറ്റപ്പ് യുവർ അക്കൗണ്ട് എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് 3 കോളമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. 3 കോളം. ഓക്കെ, ഫസ്റ്റ് കോളം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു കോളം നമ്മുടെ യൂസർ നെയിം എന്ന് പറയുന്ന ഒരു കോളമാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കോളത്തിൽ നമ്മൾ നമ്മുടെ പേരടിച്ചു കൊടുക്കുക. രണ്ടാമത്തെ കോളത്തിൽ നമ്മുടെ ഇനീഷ്യൽസ് അടിച്ചു കൊടുക്കുക. ഓക്കെ, സെറ്റല്ലേ? ഇപ്പോൾ നമ്മൾ പറയുന്നത് സതീഷ് കുമാർ FN എന്നാണ് പറയുന്നതെങ്കിൽ നമ്മൾ ആദ്യത്തെ കോളത്തിൽ സതീഷ് സ്പേസ് കുമാർ അടിക്കുക. അത് കഴിഞ്ഞ് ലാസ്റ്റിലത്തെ കോളത്തിൽ FN എന്ന് അടിച്ചു കൊടുക്കുക. ഓക്കെ, സെറ്റല്ലേ? ഓക്കെ, അപ്പോൾ ഇതുവരെയുള്ള എല്ലാ സ്റ്റെപ്പുകളും നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തോന്നിയല്ലോ. അപ്പോൾ ഇനി അടുത്തുള്ളത് ഇപ്പോൾ പേര് കൊടുത്തു. പേര് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആധാർ കാർഡിൽ എങ്ങനെയാണോ നമ്മുടെ പേര് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിനകത്ത് അടിച്ചു കൊടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം പിന്നീട് വെരിഫിക്കേഷൻ വരുന്ന സമയത്ത് നമുക്ക് ആധാർ കാർഡ് വെച്ചിട്ടാണ് നമ്മൾ KYC വെരിഫൈ ചെയ്യുന്നത്. ആ സമയത്ത് നമുക്ക് പേരിൽ വ്യത്യാസം വരാത്ത രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ പേര് ഇതാണ് എന്ന് പറഞ്ഞ് നമ്മൾ പേര് കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കണമെന്നല്ല. ആധാർ കാർഡ് എടുത്ത് വെച്ചതിന് ശേഷം ആധാർ കാർഡിൽ ആദ്യത്തെ അക്ഷരം ക്യാപിറ്റലും ബാക്കിയെല്ലാം സ്മാൾ ആണെങ്കിൽ അങ്ങനെ കൊടുക്കുക. സ്പേസ് ഉള്ളിടത്ത് സ്പേസ് കൊടുക്കുക. അതെല്ലാം എക്സാക്റ്റ് അതുപോലെ തന്നെ ഇതിനകത്ത് അടിച്ചു കൊടുക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ചെയ്യണം. ഓക്കെ, സെറ്റല്ലേ? ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് നിങ്ങൾക്ക് 3ാമത്തെ കോളമാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. ഓക്കെ, അത് നമ്മുടെ യൂസർ ID ആണ്. ഓക്കെ, അപ്പോൾ യൂസർ നെയിം നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ തന്നെ പേര് ചെറിയ അക്ഷരം അടിച്ചു കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ശ്രീകുമാർ എന്നാണ് പേരെങ്കിൽ ശ്രീ എന്ന് അടിച്ചു കൊടുക്കുക. ഓക്കെ, ശ്രീ 1 2 3 എന്നോ ശ്രീ XYZ എന്നോ അങ്ങനെയൊക്കെ അടിച്ചു കൊടുക്കാം. അപ്പോൾ ഈ കോമൺ ആയിട്ടുള്ള പേരുകൾ ഇപ്പോൾ നമുക്ക് യൂസർ നെയിമായിട്ട് കിട്ടാൻ പാടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ റെയറായിട്ടുള്ള നമ്മുടെ പെറ്റ് നെയിംസോ അല്ലെങ്കിൽ നമ്മുടെ സ്ഥലപ്പേരുകളോ അങ്ങനെയൊക്കെ അടിച്ചു കൊടുത്തിട്ട് 1 2 3 4 കൂടെ അടിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് യൂസർ നെയിം പെട്ടെന്ന് കിട്ടും. സാധാരണ നമ്മൾ ഇമെയിൽ IDക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മുടെ പേര് വെച്ചൊന്നും ഇമെയിൽ ID ഇപ്പോൾ കിട്ടാറില്ല. കാരണം അതൊക്കെ ഓൾറെഡി മറ്റാൾക്കാർ എടുത്തു എന്ന് അതിനകത്ത് കാണിക്കും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ കോമൺ ആയിട്ടുള്ള നെയിം ആണെങ്കിൽ നമ്മൾ അതിൻ്റെ കുറച്ച് 3 4 അക്ഷരങ്ങൾ അടിച്ചു കൊടുത്ത് ആദ്യത്തെ അക്ഷരങ്ങൾ അടിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും 1 2 3 4 5 എന്നോ അടിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് യൂസർ നെയിം
അവിടെ നിന്ന് നമുക്ക് സാങ്ഷനായി കിട്ടും. ഓക്കെ, യൂസർ നെയിം കിട്ടും. ഓക്കെ, അപ്പോൾ ഇതുവരെ സെറ്റല്ലേ? അത് കഴിഞ്ഞ് ഇവിടെ നമ്മൾ പിന്നെ ഈ യൂസർ നെയിം കൊടുക്കുമ്പോൾ നമുക്ക് ലെറ്ററും നമ്പേഴ്സും അതിൻ്റെ കോമ്പിനേഷനൊക്കെ ആവാം. പക്ഷേ എന്നാൽ കുത്ത്, കോമ, സ്റ്റാർ അങ്ങനെയുള്ളതൊന്നും പറ്റില്ല. ഓക്കെ, സെറ്റല്ലേ? മനസ്സിലായില്ലേ? അപ്പോൾ ഇത് അങ്ങനെ കൊടുക്കുക. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ പിന്നെ ഈ 3 കോളം ഫില്ലപ്പ് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന സബ്മിറ്റ് കോളം ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തതായി ഇനി അടുത്ത് ഒരു പേജ് ഓപ്പൺ ചെയ്ത് വരും. അപ്പോൾ നിങ്ങളെ ആരാണ് ഇൻവൈറ്റ് ചെയ്തതെന്നാണ് ആ കോളത്തിൽ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങളെ ഈ പൈ നെറ്റ്വർക്കിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത് ഞാനാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അവിടെ ആ ഇൻവൈറ്റ് കോളത്തിൽ എൻ്റെ റെഫറൽ കോഡ്, എൻ്റെ അതായത് ഒരാളിൻ്റെ യൂസർ ഐ ഡി ആയിരിക്കും അയാളുടെ റെഫറൽ കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ റെഫറൽ കോഡ് എന്ന് പറയുന്നത് PARAVILA, പാറവിള. അതെൻ്റെ സ്ഥലത്തിൻ്റെ പേരാണ്. അപ്പോൾ തിരുവനന്തപുരത്തുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അത് നിങ്ങൾ അവിടെ കൊടുക്കണം. ഓക്കെ, അപ്പോൾ എന്നിട്ട് വീണ്ടും സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കും അവിടെ സബ്മിറ്റിന് മുമ്പ് നോ വൺ ഇൻവൈറ്റഡ് മീ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുത്തൂടെ എന്ന് ചോദിക്കും. കൊടുക്കാം, അങ്ങനെയും കൊടുത്ത് നമുക്ക് മൈനിങ് സ്റ്റാർട്ട് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ ഒരാൾ മൈൻ ചെയ്താൽ 1 കോയിൻ കിട്ടുമെങ്കിൽ 2 പേര് മൈൻ ചെയ്താൽ 2 കോയിൻ കിട്ടും എന്ന് പറയുന്നത് പോലെ നമ്മൾ ഒരു ഇൻവൈറ്റ് ഉണ്ട്. ഇപ്പം ഈ റെഫറൽ കോഡ് കൊടുത്താണ് നമ്മൾ മൈൻ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും നമുക്ക് നമ്മുടെ സാധാരണ ഈ നോ വൺ ഇൻവൈറ്റഡ് മീ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മൾ മൈൻ ചെയ്യുന്നതിൻ്റെ ഇരട്ടി കോയിൻ നമ്മുടെ റെഫറൽ കോഡ് കൊടുത്ത് നമ്മൾ മൈൻ ചെയ്താൽ കിട്ടും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എൻ്റെ റെഫറൽ കോഡ് യൂസ് ചെയ്യുക. PARAVILA, എല്ലാ സ്മോൾ ലെറ്റേഴ്സാണ്. അത് പിന്നെ ഇൻവൈറ്റ് ചെയ്ത് ആരാണെന്ന് ചോദിക്കുന്ന ആ കോളത്തിൽ കൊടുക്കുക. അത് കഴിഞ്ഞ് വീണ്ടും സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ നേരെ നമ്മുടെ മൈൻ ചെയ്യുന്ന നമ്മുടെ പൈ മൈനിങ് സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾക്ക് മുകളിൽ 1 കോയിൻ കാണും. അതിൻ്റെ വലതുവശത്ത് മൈനിങ് സ്റ്റാർട്ട് ചെയ്തതായിട്ട് 1 2 3 4 5 എന്നുള്ള ആ നമ്പറിൽ ഇങ്ങനെ അക്കങ്ങൾ ഓടിക്കൊണ്ടേയിരിക്കും. ഈ അക്കങ്ങൾ ഓടുന്നതിനെയാണ് നമ്മൾ മൈനിങ് എന്ന് പറയുന്നത്. ഇത് 24 hours കഴിഞ്ഞ് ഈ അക്കങ്ങൾ മാറുന്നത് നിൽക്കും. ഓക്കെ, വീണ്ടും നമ്മൾ 24 hours കഴിയുമ്പോൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ആപ്പ് ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ഈ ഓഫായി കിടക്കുന്ന ആ ബട്ടണിലൊരു ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ പ്രോസസ്സ് വീണ്ടും റീസ്റ്റാർട്ട് ആവും. ഇത് നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇതിനെയാണ് ഇപ്പോൾ നിങ്ങൾ മൈനിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഹാപ്പി മൈനിങ്. കൂടുതൽ വിശദ വിവരങ്ങൾ ഇതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ പഴയ വീഡിയോകളിലുണ്ട്. ബാക്കി ഇനി എന്തൊക്കെ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങളെ കൂടുതൽ ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോകൾ ഇതുപോലെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ് പൈ നെറ്റ്വർക്ക് ഇന്ത്യ.